മാർഖമോർ, ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പരമകാരുണ്യവാനായ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. യോഗത്തിൻ്റെ പ്രാരംഭ ദിവസവും ഗായക സംഘം ഈ നടപടികൾ ആരംഭിക്കുമ്പോഴും ഈ യോഗം ആരംഭിക്കുവാനിടയാക്കിയ കാലം ചെയ്ത പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് ഒന്നാമൻ ബാവായുടെ സ്മരണ പുതുക്കിക്കൊണ്ടും നിർവഹിച്ചുകൊണ്ടുമാണ് നമ്മൾ ഈ രണ്ടാം ദിവസത്തിലേക്കും പ്രവേശിച്ചിട്ടുള്ളത്. അനേകരുടെ വ്യക്തിജീവിതങ്ങളിൽ സ്നേഹത്തിൻ്റെ ഒരുപാട് സ്പർശനമുണ്ടാക്കുവാൻ കഴിഞ്ഞ അതുല്യ വ്യക്തിയാണ് ബാബാ തിരുമേനി എന്നുള്ളത് ഇനി ആവർത്തിക്കേണ്ട ഒരു കാര്യമല്ല. എളിയവരെ ശക്തരാക്കി വലിയ നിയോഗങ്ങളുടെ കാര്യവിചാരകന്മാരാക്കാൻ വേണ്ടി ബാബാ തിരുമേനി വിസ്മയകരമായ പരിശ്രമങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് സാക്ഷ്യമാണ് ഈ വേദിയിലും സദസ്സിലുമുള്ള ഓരോരുത്തരും. തൻ്റെ ആട്ടിൻകൂട്ടത്തോട് അചഞ്ചലമായ വിശ്വാസം എക്കാലത്തും കാണിച്ചിട്ടുള്ള ബാവായ ലക്ഷോപലക്ഷം ആളുകളുടെ ശ്രേഷ്ഠ ഇടയനായിട്ട് മാറി. പ്രാർത്ഥനയിലും ആരാധനയിലുമുള്ള ബാവായുടെ ആത്മസമർപ്പണം പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ഒരു ദിവ്യശക്തി സഭയ്ക്ക് പകർന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. സഭയുടെ പാരമ്പര്യങ്ങൾ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു തുറവയുടെ കാഴ്ചപ്പാട് ബാവയ്ക്കുള്ളത് കൊണ്ടാണ് 34 വർഷങ്ങൾക്കപ്പുറം കാവുന്താഴം മൈതാനത്ത് ഈ കൺവെൻഷൻ ആരംഭിക്കാനായി സാധിച്ചത്. നിത്യ വിശ്രമത്തിലേക്ക് ശ്രേഷ്ഠ പിതാവ് വിടവാങ്ങിയെങ്കിലും ബാവായുടെ വ്യക്തി പ്രാഭവം, ഉപദേശങ്ങൾ, ജീവിതശൈലികൾ അതെല്ലാം ഈ തലമുറയ്ക്കും നമുക്കെല്ലാവർക്കും പ്രചോദനമായിട്ട് തുടരുന്ന സാധ്യതകളാണ്. ദൈവത്തിൻ്റെ തേജസ്സിൽ മഹത്വത്തിൽ ഇനിയും ബാബാ തിരുമേനി പ്രശോഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അനേകർക്ക് പ്രോത്സാഹനവും സഹായവും നൽകിയിട്ടുള്ള ബാബാ തിരുമേനിക്ക് വിനയപൂർവം ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ യോഗത്തിലേക്ക് പ്രവേശിക്കാം. യോഗത്തിൻ്റെ അധ്യക്ഷൻ മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, സഭയുടെ വലിയ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്ത അഭിനന്ദനായ ഡോക്ടർ അബ്രഹാം മർസവരേസ് തിരുമേനി, അഭിനന്ദ പിതാവായ യാക്കോബ് മോർ അന്തോണിയോസ് തിരുമേനി, ഐസക് മോർ ഒസ്തോത്തിയോസ് തിരുമേനി, ഡോക്ടർ മാത്യൂസ് മോർ അന്തീമോസ് തിരുമേനി, ഗീവർഗീസ് മോർ സ്തേഫാനോസ് തിരുമേനി, ഈ കൺവെൻഷൻ്റെ പ്രസിഡന്റ് അഭിനന്ദ പിതാവായ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസ് തിരുമേനി, വന്യരായ കോറപ്പിസ്കോപ്പന്മാരെ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സന്യാസിനി സമൂഹത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ഭക്ത സംഘടനകളുടെ ഭാരവാഹികളെ, ഈ യോഗത്തിൽ വന്നിരുന്ന് സംബന്ധിക്കുന്നവരും ഓൺലൈനിലൂടെ ഇതിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന സഭയുടെ മക്കളായി, സന്താനങ്ങളായി അമേരിക്കയിലും യൂറോപ്പിലും അറേബ്യൻ നാടുകളിലും ഓസ്ട്രേലിയൻ നാടുകളിലും ഇരുന്നു കൊണ്ട് ഈ ഒരു യോഗത്തിൽ പങ്കാളികളാകുന്ന സ്നേഹമുള്ളവരെ, ആമോസ് പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള പ്രധാന ചിന്തയാണ് നമ്മൾ ഇന്നലെ കേട്ടതും ഇനി കേൾക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ. നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. സത്യവും നീതിയും കരുണയും സമൃദ്ധമായിട്ടുണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഒരു ചിന്തയിലൂടെ നമ്മിലേക്ക് വരുന്നത്. നീതി ജലം പോലെ ഒഴുകട്ടെ എന്നും സത്യമൊരിക്കലും വറ്റാത്ത നീർച്ചാലുവ പോലെ ഉണ്ടാകട്ടെ എന്നുമുള്ള പ്രാർത്ഥനാ മന്ത്രമായിട്ടാണ് ഈ വർഷം ഈ ഒരു ചിന്താവിഷയം നമ്മൾ എടുത്തിട്ടുള്ളത്.
തൻ്റെ സ്വന്തം ജനമായ ഒരു കൂട്ടം മനുഷ്യരുടെ അധപതനത്തിൽ ദൈവത്തിൻ്റെ ന്യായാധിപനായ പ്രവാചകൻ ചെയ്യുന്ന ഒരു ശക്തമായ പ്രവചനത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മൾ വായിക്കുന്ന വേദഭാഗം. ധർമ്മവും നീതിയും ഇല്ലാത്ത അനുഷ്ഠാനങ്ങളിൽ മാത്രം ദൈവം ഒരിക്കലും സംപ്രീതനാകില്ലെന്ന് സധൈര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആമോസ് എന്ന ചെറിയ പ്രവാചകൻ തൻ്റെ ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഇസ്രായേലിൽ ഒരുപാട് യാഗങ്ങളുണ്ട്. 5 യാഗങ്ങളിൽ ഒന്നും തന്നെ മുറതെറ്റാതെ ഹോമയാഗമായിട്ടും ബോധനയാഗമായിട്ടും തടിച്ച മൃഗത്തിൻ്റെ യാഗമായിട്ടുമൊക്കെ ഭംഗിയായിട്ട് ആ മക്കൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ബലിയർപ്പണവും പെരുന്നാളിൻ്റെ ആചരണവും സ്തോത്രത്തിൻ്റെ ശബ്ദവും അതിൽ കൃത്യത പാലിക്കുന്ന ആ സമൂഹത്തോട് പ്രവാചകനെ വിളിച്ചു പറയേണ്ടി വന്ന വലിയ ശബ്ദമാണ് ഈ നീതിയും സത്യവും ഹൃദയത്തിൽ നിന്ന് ഇല്ലാത്തവൻ്റെ അനുഷ്ഠാനവും ആചാരവും അത് ദൈവത്തിന് വെറുപ്പാണെന്ന് ശക്തമായിട്ട് പറയാനുള്ള ആർജവത്വം ആമോസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എൻ്റെ വാക്കുകൾ വേഗം നിർത്തണമെന്നാണ് എനിക്ക് തന്നിട്ടുള്ള നിർദ്ദേശം. മുഖ്യ പ്രാസംഗികൻ ഈ സ്റ്റേജിൽ ഉപവിഷ്ടനായാൽ എൻ്റെ വാക്കുകളെ വേഗം തന്നെ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. കർമ്മവിധികൾ അനുഷ്ഠിക്കുന്നതിൽ മാത്രമായി പുരോഹിതന്മാർ ചുരുങ്ങുന്നു എന്നുള്ളത് നല്ല ആരോപണമായിട്ട് ഇന്ന് മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിൽ പലരും പറയുന്ന ഒരു ചർച്ചാ വിഷയമാണ്. പുരോഹിതൻ്റെ പ്രവാചക ദൗത്യം അത് രൂപം കൊള്ളാതെ പ്രവാചക ദൗത്യത്തിൽ നിന്ന് പുരോഹിതന്മാർ അത് വിസ്മരിച്ചു പോകുന്നു എന്നുള്ളത് പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ശക്തിയുള്ളവനും ധനമുള്ളവനും പാവങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ചൂഷണത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ അഴിമതിയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ചാണ് പ്രവാചകൻ നമ്മോട് പറയുന്നത്. ചാർജ് ഷീറ്റുകൾ പലതാണ്. ആമോസ് പ്രവചന പുസ്തകം വായിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യൻ്റെ ഗതിമാറിയ പെരുമാറ്റത്തെയും നിലപാടുകളെയും വിമർശിച്ചുകൊണ്ടാണ് ആമോസ് മുമ്പോട്ട് പോകുന്നത്. ദൈവത്തോടും മനുഷ്യരോടുമുള്ള സമീപനത്തിൽ ഒരു ധാർമ്മികമായ കരുണ ആവശ്യമാണെന്ന് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആമോസ് പ്രവാചകനാണ്. മനുഷ്യനൊക്കെ ബാഹ്യമായ പ്രകടനങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവം ഹൃദയത്തിൻ്റെ വിശുദ്ധിയെ നോക്കുമെന്ന് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നാം വായിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ആമോസ് കാണുന്നത്. മനുഷ്യൻ കാണുന്നത് അല്ല കർത്താവ് കാണുന്നത്. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ മറ്റെന്താകുന്നു അവൻ നിന്നോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ശമൂവേൽ പ്രവാചന പുസ്തകത്തിലും നമ്മോട് പറയുന്നത്. നമ്മളുടെ സഭയുടെയും കുടുംബങ്ങളുടെയും ധാർമ്മിക വീഴ്ചയ്ക്ക് നമ്മളല്ലേ കാരണക്കാർ? നമ്മൾ ഓരോരുത്തരും ആമോസിനെ പോലെ സ്വന്തം വീട്ടിൽ, സ്വന്തം സഭയിൽ, സ്വന്തം ഇടവകയിൽ നടക്കുന്ന ധാർമ്മിക വീഴ്ചയ്ക്കെതിരെ ശബ്ദമുയർത്തുവാൻ നമുക്ക് സാധിക്കാറില്ല. അതിനുള്ള ശബ്ദം മങ്ങിപ്പോയ ഒരു കാലഘട്ടമാണ്. ഇടയൻ്റെയും വിശ്വാസികളുടെയും ധാർമ്മിക ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ ശബ്ദം മുഴങ്ങി കേൾക്കേണ്ടതും കേൾപ്പിക്കേണ്ടതും നമ്മളാണെന്നുള്ളതാണ്. സമകാലീന മനുഷ്യൻ നേരിടുന്ന കഷ്ടപ്പാടുകളുടെയും ഹൃദയവേദനയെയും നേരിൽ കാണാനായിട്ട് എനിക്ക് സാധിക്കാതെ വന്നാൽ എൻ്റെ പ്രധാനാചാര്യ ശുശ്രൂഷ ദൈവത്തിനോ മനുഷ്യനോ ഗുണകരമല്ലാത്ത ശുശ്രൂഷയായിട്ട് മാറും, സംശയമില്ല.
അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത് 3-ാം അധ്യായം 17-ാം വാക്യം, നന്മ ചെയ്യാൻ പഠിക്കുവിൻ, നിങ്ങൾ ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ നേർവഴിക്കാക്കുവിൻ, അനാഥന് നിങ്ങൾ ന്യായം നടത്തുവിൻ, വിധവയ്ക്ക് വേണ്ടി നിങ്ങൾ വ്യവഹരിക്കുവിൻ. ഇതൊക്കെ ചെയ്യാൻ വിസ്മരിച്ചും വിട്ടും പോയതുകൊണ്ട് നമ്മെ പ്രവാചകന്മാരും ഇങ്ങനെ കൂടെ കൂടെ ഇത് ഓർപ്പിക്കേണ്ടി വരുന്നു. 2024 പുത്തൻകുരിശ് കൺവെൻഷനിലൂടെ ഇത് കേൾവിയിലുള്ള മുഴുവൻ ജനത്തോടും ഒരിക്കൽ കൂടെ ഈ ഒരു കാര്യത്തെ ആവർത്തിച്ച് സഭ പ്രഖ്യാപിച്ചുകൊണ്ട് സധൈര്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. പ്രാർത്ഥനയും പ്രവൃത്തിയും തമ്മിൽ തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ ദൈവം മുഖം തിരിക്കുമെന്നുള്ളതും അസന്തുഷ്ടനാകുമെന്നുള്ളതും നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 27 വായിക്കുന്ന വായനയാണ്. വേഷത്തിലല്ല, വ്യക്തിത്വമാണ് പ്രധാനമെന്നുള്ളത്, വാഗ്ധോരണിയല്ല, ജീവൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത് തിരിച്ചറിയാൻ ഞാൻ എന്നാണോ വിസ്മരിക്കുന്നത്, ഈ സത്യം ഗ്രഹിക്കാൻ ഞാൻ എന്നാണോ മറന്നു പോകുന്നത്, അത് ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള അപരാധമായിട്ട് അതിനെ കാണേണ്ടി വരും. സഭയുടെയും സമൂഹത്തിൻ്റെയും ധാർമ്മിക അധപതനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. വ്യക്തിപരമായ ഒരു ആത്മപരിശോധനയല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, നന്നായിട്ട് വായിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നവർ, വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും നിർണായകമായൊരു പദം ഓക്സ്ഫോർഡ് ഡിക്ഷണറി കണ്ടെത്തിയത് ഈ അടുത്ത ദിവസം പത്രമാധ്യമത്തിൽ വന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വായിക്കുകയുണ്ടായി. അതിനെ ഉപയോഗിക്കുന്ന വാക്കിങ്ങനെയാണ്, ബ്രെയിൻ റോട്ട്. ഗുണനിലവാരം കുറഞ്ഞ ഓൺലൈൻ അമിതമായിട്ട് ഉപയോഗം കൊണ്ടുള്ള മാനസിക ഭൗതിക അപജയം എന്നുള്ളതിനെയാണ് ബ്രെയിൻ റോട്ട് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമൊന്നുമില്ല. സമസ്ത മേഖലയിലും ഈ ഒരു ഓൺലൈൻ അപജയം നമ്മെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് വിദ്യാർത്ഥികളെ മാത്രമൊന്നുമല്ല, സൈബർ ലോകത്ത് പാലിക്കേണ്ടുന്ന അടിസ്ഥാന മര്യാദകളൊന്നും തന്നെ പാലിക്കാതെ, യാതൊരു മാന്യതയുമില്ലാതെ, നിയമങ്ങൾ പാലിക്കാതെയും പഠിപ്പിക്കാതെയുമാണ് ഇന്ന് പലപ്പോഴും മൂല്യച്യുതികളെക്കുറിച്ചുള്ള സംസാരങ്ങളും ഡിബേറ്റുകളുമൊക്കെ നടക്കുന്നത്. ദൈവത്തിൻ്റെ നീതിയും സത്യവും സ്നേഹവും അത് നീർച്ചാല് പോലെ സഭയിലേക്ക് ഒഴുകേണ്ടത് സഭയുടെ വിശ്വാസികളിലൂടെയാണ്, അതിൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരങ്ങളിലൂടെയാണ്, അതിൻ്റെ സ്ഥാനങ്ങൾ വഹിക്കുന്ന ചുമതലപ്പെട്ട ഭരണസമിതിയിലൂടെയാണ്, അതിൽ പ്രവർത്തിക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയും കരുണയും അത് വ്യക്തികളിലേക്ക്, സഭ മുഴുവനിലേക്കും ഒഴുകുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഒരു ചിന്തയിലൂടെ നമുക്ക് ഓരോരുവർക്കും ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ കുടുംബങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും എന്താണ് വന്നിരിക്കുന്ന വീഴ്ചയെന്നറിയാത്തവർ ആരുമില്ല. നമുക്കറിയാം, ഇന്ന് അനേകം മാതാപിതാക്കളുടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാരമാണ് അവരവരുടെ മക്കൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ലെന്നുള്ളതാണ്. ഒരു ഭാഗം വിവാഹം കഴിക്കാൻ വേണ്ടി തക്ക ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി ഭാരപ്പെടുമ്പോൾ, മറ്റൊരു വിഭാഗത്തിൽ നല്ലൊരു യൗവനത്തിൽ എന്തിന് വിവാഹമെന്ന് ചോദിക്കുകയും എൻ്റെ സന്തോഷം എൻ്റെ മാത്രമാകണമെന്നും എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം ആർക്ക് ഞാൻ പകർത്തു കൊടുക്കണമെന്നും ചോദിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തെ പോലും അടിസ്ഥാനപരമായ കൂദാശയെപ്പോലും നിഷേധിക്കുന്ന, വേണ്ടെന്ന് വയ്ക്കുന്ന, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലയിൽ സ്വന്തം മാതാപിതാക്കൾ പോലും വലയുന്ന ഒരു കാലമാണ്. ദാമ്പത്യത്തിലാണെങ്കിലും വിവാഹം കഴിക്കാം, നമുക്ക് മക്കളുണ്ടാകേണ്ടതില്ലെന്ന്
വിവാഹത്തിന് മുമ്പ് തന്നെ ധാരണയായി എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടുകൊണ്ട് വിവാഹത്തിലേക്ക് കടക്കുന്നവരും ഇന്ന് അധികമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ സ്വന്തം സഭയുടെയും കുടുംബത്തിൻ്റെയും മുമ്പോട്ടുള്ള പാതയിൽ വിമർശനാത്മകമായി വിലയിരുത്താൻ വേണ്ടി നമുക്ക് തന്നെ ഉണ്ടാകേണ്ടുന്ന ഒരു ചിന്താവിഷയമാണ് ആമോസ് പ്രവാചകൻ നമ്മോടായി പറഞ്ഞത്. നീതി അത് ജലം പോലെ ഒഴുകട്ടെ, ന്യായം വെള്ളം പോലെ സ്വന്തം ഭവനത്തിൽ അത് ഉണ്ടാകട്ടെ. മറ്റുള്ളവൻ്റെ അവകാശങ്ങളുടെ നീതിയും ന്യായവും സ്നേഹവും തടയാൻ നമുക്ക് സാധിക്കില്ല. എത്രയോ കുഞ്ഞുങ്ങളാണ് ദാമ്പത്യത്തിൻ്റെ ചില അർത്ഥപകുതിയിൽ വെച്ച് തമ്മിൽ വഴിപിരിയാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് അനാഥമായി മാറിയിട്ടുള്ളത്. ഈ വർഷത്തെ കണക്ക് നമ്മൾ കേട്ടു. 22 കുഞ്ഞുങ്ങളെയാണ് തിരുവനന്തപുരത്തുള്ള അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചാൽ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ആ അമ്മത്തൊട്ടിലിൽ ഈ വർഷം കിട്ടിയത് 22 കുഞ്ഞുങ്ങളെയാണ്. ഒരു കാര്യം സമാധാനം, ആ കുഞ്ഞുങ്ങളെ ആരും കൊന്നൊടുക്കാൻ തയ്യാറായില്ല. ചില സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോൾ, ചില പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് സ്വയം ചിന്തിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വയഹത്യ ചെയ്യുന്ന കുടുംബനാഥന്മാരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ചിന്താവിഷയം പങ്കിടുന്നത്. അതുകൊണ്ട് ന്യായവും നീതിയും ആദ്യം പടരേണ്ടത്, ഒഴുകേണ്ടത് എൻ്റെ വീട്ടിലേക്കാണ്, എൻ്റെ ഇടവകയിലേക്കാണ്, എൻ്റെ സഭയിലേക്കാണ്, എൻ്റെ സമൂഹത്തിലേക്കാണ്. ദൈവം നമ്മിലേക്ക് ഒഴുക്കിയ സ്നേഹത്തിന് അളവില്ലാതെ കരുണ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നിവിടെ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മിലേക്ക് ദൈവം തന്ന കരുണയുടെ, നീതിയുടെ നീർച്ചാലുകളെ നമ്മളായിട്ട് അടച്ചു വയ്ക്കുകയാണ്. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഞാൻ അറിഞ്ഞ വിദ്യാഭ്യാസം, ഞാൻ അറിഞ്ഞ സൗഹൃദം, ഞാൻ അറിഞ്ഞ എൻ്റെ സഭയുടെ മഹത്വം, അതിൻ്റെ ആചാര മര്യാദകളിലൂടെ ഞാൻ പഠിച്ചെടുത്ത വലിയ സത്യവിശ്വാസം, അത് എന്നിലൂടെ എൻ്റെ ഇടവകയിലേക്ക്, എൻ്റെ സഭയിലേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക് ഒഴുകേണ്ടത് ഞാനാണ്. സരസമായിട്ടാണെങ്കിലും ആമുഖത്തിൽ വന്ദനായ മാന്തോട്ടം ജോർജ് കോറപ്പിസ്കോപ്പ ഒരു നായ്ക്കുഞ്ഞിൻ്റെ കാര്യം പറയുണ്ടായി. ഒരു നായ അനുഭവിക്കുന്ന, ഒരു നായ അറിഞ്ഞ സൗഖ്യത്തെക്കുറിച്ച് മറ്റൊരു നായ്ക്കുഞ്ഞിനോട് പറയാനുള്ള, അതിനെ അതിലേക്ക് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വബോധം അത് ഏറ്റെടുക്കുകയാണ്. നീതി, ന്യായം മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു മൃഗമായിട്ടാണ് അതിനെ അച്ഛൻ അതിനെ ഇവിടെ ഉദാഹരണമായി പറഞ്ഞത്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് ഇതിനെ കാണുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇന്നലെ അഭിമന്യ പിതാവായ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് തിരുമേനി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. വളരെയേറെ ആഴമേറിയ ചിന്തകൾ പങ്കിട്ടിട്ട് ഒടുവിൽ പറഞ്ഞത്, എന്തുകൊണ്ട് ഇതൊക്കെ എന്നോടാണെന്ന് വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ബാധകമാണെന്ന് ചിന്തിച്ചുകൂടാ? നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെയാകട്ടെ എന്ന് ഞാൻ എന്നോട് ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു വലിയ പ്രവചനവാക്യമാണ്. വാക്കുകളും പ്രവൃത്തികളും പുറപ്പെടുന്ന നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തിൻ്റെ ജീവതല അരുവിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതോ പ്രതികാര ചിന്ത കൊണ്ട് ചാവുകടൽ പോലെ വന്ന് ഇടപെടുന്നവരെ മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിലാണോ, വഴിതെറ്റിക്കുന്ന രീതിയിലാണോ എൻ്റെ ഹൃദയമെന്നുള്ളതും ഞാൻ സ്വയം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. എത്ര വാചാലമായി ഞാൻ സംസാരിച്ചാലും, എങ്ങനെയെല്ലാം ഞാൻ വചനം പ്രഘോഷിച്ചാലും,
അത് വൃഥാവിലാകും. ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് കഴിയാതെ വന്നാൽ ഈ വാക്കുകൾ വൃഥാവിലായിട്ട് മാറും. ഈ പുതിയ വർഷത്തിൽ വിശുദ്ധിയുടെയും കാരുണ്യത്തിൻ്റെയും നീർച്ചാലുകൾ പുറപ്പെടുന്ന നല്ല നീർച്ചാലുകളായി നമ്മളാണ് മാറേണ്ടത്. ഈ ജീവജലം ഒഴുകേണ്ടത് എന്നിൽ നിന്നാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7:38 വാഗ്ദാനമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകാൻ. വലിയ വാഗ്ദാനമാണ്. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജീവജല നദി ഒഴുകേണ്ടമെന്നുള്ള ആവശ്യകത നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. മനുഷ്യത്വം വറ്റി വരണ്ടു പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ തന്നെ ഈ നീതിയും ന്യായവും കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സ്നേഹത്തിൻ്റെ പ്രവാഹമായി ഈ നീർച്ചാലുകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സത്യവും നീതിയും കാരുണ്യവും അടങ്ങുന്ന നല്ലൊരു കുടുംബമായി, നല്ലൊരു സഭയായി, നല്ലൊരു സമൂഹമായി നമുക്കൊരു പുത്തൻ വർഷം തുടരുവാനും സാധ്യമാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ഉള്ള ആരാധനയിലും ആരാധകരിലും പ്രസാദിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പറയും, നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ്റെയും വിശുദ്ധിയുടെയുമായിട്ട് കർത്താവിന് യാഗമായി നിങ്ങൾ അർപ്പിക്കുവിൻ. കാരുണ്യവാനാം ദൈവമേ, എളിയവരിലേക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ ആർദ്രതയുള്ള പുതിയ ഹൃദയം തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും നീതി കൊണ്ടും ആരാധിക്കുന്ന സാക്ഷ്യമുള്ള ആരാധകരായി ഞങ്ങളെ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുത്തൻ വർഷത്തിൻ്റെയും നന്മകൾ നേർന്നുകൊണ്ട് വാക്കുപസംഹരിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.